നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് തയ്യാറാക്കിയാലോ. ആദ്യമായിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. ഇനി ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പൊടിയൊക്കെ ആദ്യം വരും. അത് കുറച്ചൊന്ന് കല്ല് പോലെ തോന്നുമെങ്കിൽ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലിക്വിഡ് ആവും. അത് തണുക്കട്ടെ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞാൻ അരിച്ചാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലോവിൻ്റെ പൊടിയാണ് 1/8 ടീസ്പൂണ്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ജാതിക്ക പൗഡറാണ് എടുക്കുന്നത്. ഈ ഒരു 1/8 ടീസ്പൂൺ ഉണ്ട്. ഇത് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിൽ ഇത് ഞാൻ വൈനിൽ സോക്ക് ചെയ്തതാണ്. റമ്മിലോ വൈനിലോ അല്ലെങ്കിൽ ആൽക്കഹോളിൽ നമുക്ക് സോക്ക് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. ഇനി ഞാനിതിലേക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് പൊടിച്ച കാഷ്യൂസ് ചേർക്കും. ഇതെനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് കേക്ക് നമുക്ക്, അതാണ് അത്രയും ചേർത്തത്. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. 100 ഗ്രാം ബട്ടറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഉണ്ട്. 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. എൻ്റെ ചെറിയ മുട്ടയായിരുന്നുള്ളത്. വലുതാണെങ്കിൽ 2 എടുത്താലും മതി. നല്ലതായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് കേക്കിലേക്ക് മാറ്റാം. ഈ പ്ലം കേക്കിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും കുറച്ച് തിക്കായിരിക്കും. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല. ഇതിൽ കുറച്ച് കാഷ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 175 ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. എനിക്ക് ഏകദേശം 50 മിനിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു ഇത് ബേക്കായി വരാൻ വേണ്ടി. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് സ്പഞ്ചുമാണ്. നമുക്കിനി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി കേക്ക് ഇങ്ങനെ ഒരു ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഞാനിത് ഉണ്ടാക്കി